ടെക് ലോകത്തുനിന്നുള്ള വാർത്തകൾ. SUV പ്രേമികൾ കാത്തിരിക്കുന്ന മഹീന്ദ്ര സ്കോർപിയോ എൻ ഫേസ് ലിഫ്റ്റ് ഉടൻ അവതരിപ്പിച്ചേക്കും. പുതിയ ലുക്കും അത്യാധുനിക ഫീച്ചറുകളും കരുത്തുറ്റ എഞ്ചിനുമായി സ്വാതന്ത്ര്യദിനത്തിൽ വാഹനം അവതരിപ്പിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ SUV വിപണിയിൽ വൻ സ്വാധീനം ചെലുത്തിയ മഹീന്ദ്ര സ്കോർപിയോ എന്നിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് അരങ്ങേറ്റത്തിനൊരുങ്ങുന്ന റിപ്പോർട്ടുകൾ. മഹീന്ദ്രയുടെ വാർഷിക ഇൻഡിപെൻഡന്റ് ഡേ പ്രൊഡക്റ്റ് ഷോക്കേസായ ഓഗസ്റ്റ് 15-നാണ് പുതിയ മോഡൽ അവതരിപ്പിക്കപ്പെടാൻ സാധ്യത. ഇതോടൊപ്പം വിഷൻ SBE07 തുടങ്ങിയ പുതിയ വാഹനങ്ങളും കമ്പനി പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന. നിലവിലെ മോഡലിന്റെ കരുത്തുറ്റ SUV രൂപഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ആധുനിക ഡിസൈൻ ഘടകങ്ങളാണ് ഫേസ് ലിഫ്റ്റിൽ പ്രതീക്ഷിക്കുന്നത്. പുതുക്കിയ ഫ്രണ്ട് ഗ്രിൽ, റീഡിസൈൻ ചെയ്ത ബമ്പറുകൾ, കൂടുതൽ ആകർഷകമായ LED ലൈറ്റിംഗ് സിഗ്നേച്ചർ, പുതിയ അലോയ് വീലുകൾ എന്നിവ വാഹനത്തിന് കൂടുതൽ പ്രീമിയം ലുക്ക് നൽകും. വലിയ ഡിസൈൻ മാറ്റങ്ങളേക്കാൾ സൂക്ഷ്മമായ കോസ്മെറ്റിക് അപ്ഡേറ്റുകളാകും മഹീന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റീരിയറിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഡാഷ്ബോർഡിന് പകരം കൂടുതൽ ആധുനിക ലേഔട്ട്, വലിയ ടച്ച് സ്ക്രീൻ, ഇൻഫോടൈൻമെന്റ് സംവിധാനം, പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവ ലഭിച്ചേക്കും. ഇതിനൊപ്പം പനോരമിക് സൺറൂഫ്, 360 ഡിഗ്രി ക്യാമറ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വെന്റിലേറ്റർ സീറ്റുകൾ, വയർലെസ് ഫോൺ ചാർജർ തുടങ്ങിയ പ്രീമിയം സൗകര്യങ്ങളും ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. 13.8 ലക്ഷം മുതൽ വില ആരംഭിക്കാനും ഉയർന്ന വേരിയന്റിന് ഏകദേശം 25 ലക്ഷം രൂപ വരെ എത്താനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മെറ്റയുടെ സ്മാർട്ട് ഗ്ലാസുകൾക്ക് വെല്ലുവിളിയുമായി ആപ്പിളും രംഗത്തേക്ക്. സ്വകാര്യതയ്ക്ക് മുൻതൂക്കം നൽകി മുഖം തിരിച്ചറിയലും തുടർച്ചയായ വീഡിയോ റെക്കോർഡിംഗും ഒഴിവാക്കിയ സ്മാർട്ട് ഗ്ലാസ് 2027 അവതരിപ്പിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം. സ്മാർട്ട് വെയറബിൾ വിപണിയിൽ മെറ്റയുടെ റേബാൻ സ്മാർട്ട് ഗ്ലാസുകൾക്ക് ശക്തമായ എതിരാളിയാകാൻ ആപ്പിൾ പുതിയ സ്വകാര്യതാ കേന്ദ്രീകൃത സ്മാർട്ട് ഗ്ലാസ് വികസിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. 2027 ജൂണിൽ നടക്കുന്ന വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസ് വേദിയിൽ ഉൽപ്പന്നം അവതരിപ്പിച്ച് അതേ വർഷം അവസാനത്തോടെ വിപണിയിലെത്തിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. മെറ്റയുടെ സ്മാർട്ട് ഗ്ലാസുകൾ സ്വകാര്യതാ ആശങ്കകൾ ഉയർത്തിയ സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ആപ്പിൾ സ്വീകരിക്കുന്നത്. ഉപയോക്താവിന്റെ വിവരങ്ങൾ പരമാവധി ഡിവൈസിനുള്ളിൽ തന്നെ പ്രോസസ് ചെയ്യുന്ന രീതിയിലായിരിക്കും സംവിധാനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ മുഖം തിരിച്ചറിയൽ, എപ്പോഴും പ്രവർത്തിക്കുന്ന വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയ സ്വകാര്യതയെ ബാധിക്കാവുന്ന ഫീച്ചറുകൾ ഒഴിവാക്കാനാണ് ആപ്പിളിന്റെ തീരുമാനം. ഉപയോക്താക്കൾ റെക്കോർഡ് ചെയ്യുന്ന ചിത്രങ്ങളോ വീഡിയോകളോ AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കില്ല എന്ന നയവും ആപ്പിൾ സ്വീകരിച്ചേക്കും. സ്വകാര്യതയെ വർഷങ്ങളായി ബ്രാൻഡിന്റെ പ്രധാന സവിശേഷതയായി ഉയർത്തിക്കാട്ടുന്ന ആപ്പിളിന് ഈ സ്മാർട്ട് ഗ്ലാസിലും അതേ സമീപനം തുടരാനാണ് പദ്ധതി. ചില പ്രോട്ടോടൈപ്പുകളിൽ ക്യാമറ ഇല്ലാത്ത പതിപ്പും ആപ്പിൾ പരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു സാധ്യതയായി ക്യാമറ ഉണ്ടായാലും അത് ചിത്രമോ വീഡിയോയോ പകർത്താൻ ഉപയോഗിക്കാതെ പരിസരത്തെ തിരിച്ചറിയാനുള്ള സെൻസറായി മാത്രം പ്രവർത്തിക്കുന്ന പതിപ്പും കമ്പനി പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. ഇതിലൂടെ ഉപയോക്താക്കൾക്ക് AI അധിഷ്ഠിത സേവനങ്ങൾ ലഭ്യമാകുമ്പോഴും സ്വകാര്യതാ ആശങ്കകൾ കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. സ്മാർട്ട് ഗ്ലാസിൽ ക്യാമറ, മൈക്രോഫോൺ, സ്പീക്കർ എന്നിവ ഉൾപ്പെടുത്തി സിറി, ആപ്പിൾ ഇന്റലിജൻസ് സേവനങ്ങളുമായി സംയോജിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നടന്നുപോകുമ്പോൾ വഴിനിർദ്ദേശം, വോയിസ് കമാൻഡുകൾ, തത്സമയ വിവരങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കും. എന്നാൽ സ്വകാര്യതാ സംരക്ഷണത്തെ ബാധിക്കുന്ന സവിശേഷതകളിൽ ആപ്പിൾ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.